എന്നെ ത്രസിപ്പിച്ചൊരു ചിന്ത ഞാൻ പറയാം. യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽക്കാൻ കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റേണ്ട കാര്യമില്ല. ഒരു നല്ല ആമേൻ എന്ന് പറയും. ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയും. ശിഷ്യന്മാരും മൃതശരീരം മോട്ടിച്ചുകൊണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞു വരത്തും എന്ന് പറഞ്ഞാണ് യഹൂദന്മാർ പീലാത്തോസിനെ സ്വാധീനിച്ചതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കല്ലറ ഉറപ്പാക്കിക്കോ, പട്ടാളക്കാരെ തരാമെന്ന് പറഞ്ഞതും, പടയാളികൾ കുന്തവും പന്തവും വാളും വടിയുമായി വന്നു നിന്നതും, ഭയങ്കര വലിപ്പമുള്ള കല്ലുരുട്ടി വെച്ചതും, റോമൻ മുദ്ര പതിപ്പിച്ചതും. പലപ്പോഴും ഞാൻ ഓർക്കും, ദൈവമേ, അങ്ങനൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ, ആ കല്ലറയുടെ വാതുക്കൽ അങ്ങനൊരു കല്ലും പട്ടാളവും മുദ്രയും ഇല്ലാതെ തുറന്നു കിടന്നിരുന്നെങ്കിൽ അവർ പറഞ്ഞ സാക്ഷ്യം ഒരുപക്ഷെ ലോകം വിശ്വസിച്ചേനെ. കാരണം മോട്ടിച്ചുകൊണ്ട് പോയോ ഇല്ലയോ എന്ന് തീർത്ത് പറയാൻ പറ്റുകയില്ല. കാരണം കല്ലറ തുറന്നല്ലേ കിടന്നേ. ഒരു നല്ല ആമേനൊന്ന് പറഞ്ഞ്. പക്ഷെ അവർ ദോഷത്തിന് ചെയ്തതാ, പക്ഷെ ദൈവം നന്മയ്ക്കാക്കി മാറ്റി. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം പറയാം. മനുഷ്യരും പിശാചും പ്രിയപ്പെട്ട വിശ്വാസിയെ, ദൈവത്തിൻ്റെ അഭിഷക്ത, താങ്കളുടെ ദോഷത്തിന് ചെയ്യുന്നത് നിനക്കും നിന്റെ മിനിസ്ട്രിക്കും നിന്റെ തലമുറയ്ക്കും നന്മയാക്കി മാറ്റാൻ ഇന്ന് രാത്രി സ്വർഗത്തിന് പദ്ധതിയുണ്ടെങ്കിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്തു പറ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് തലയിൽ കൈവച്ച് ദൈവാലോചന കൈമാറുകയാണ്. ചില തിക്താനുഭവങ്ങളുടെ നടുവിൽ ഒറ്റപ്പെടുത്തപ്പെടലുകളുടെ തീവ്ര വേദനയിൽ നീ വെന്ത് മുന്നോട്ട് പോകുകയാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം ദോഷമായി ചെയ്തത്, ദോഷമായി പ്രവർത്തിച്ചത് നിന്റെ നന്മയ്ക്കാക്കി ആത്യന്തികമായി മാറ്റുമെന്ന് പോഷ്കില്ലാത്ത ദൈവം ഇന്ന് രാത്രി ദൈവാലോചന കൈമാറുമ്പോൾ അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.